Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്സ് ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കിലെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം, അതിനുശേഷം ഈ വീഡിയോയിലോട്ട് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, three blocks of masses m1, m2, m3 are connected by massless strings as shown in figure on a frictionless table. They are pulled with a force of 40 Newton. If m1 is equal to 10 kilogram, m2 is equal to 6 kilogram, m3 is equal to 4 kilogram, then tension T2 will be, figure question le tannittundu. Options A 10 Newton, B 20 Newton, C 32 Newton and D 40 Newton. So ഈ ക്വസ്റ്റ്യനിൽ 3 ബ്ലോക്സ് വന്നിട്ടുണ്ട്. 3 ബ്ലോക്സിന്റെ മാസസ് m1, m2, m3 ആണ്. ഈ 3 ബ്ലോക്സിനെയും ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. m1, m2 മാസസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T2, m3, m2 മാസസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T1. ഈ 3 ബ്ലോക്സിനെയും 40 ന്യൂട്ടൺ ഫോഴ്സ് യൂസ് ചെയ്ത് പുൾ ചെയ്യുന്നുണ്ട്. 40 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ m1 എന്ന മാസിലാണ് ആക്ട് ചെയ്യുന്നത്. ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. m1 എന്ന മാസിലാണ് 40 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ടെൻഷൻ T2, അതായത് m1 ആൻഡ് m2 ബ്ലോക്സ് ഹാവിംഗ് മാസസ് m1 ആൻഡ് m2, ഈ രണ്ട് ബ്ലോക്കിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T2 കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഈ ഫിഗറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം ആണ്. സോ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിൽ സിമിലർ ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 ബോഡീസ് ഓഫ് മാസസ് m1, m2, m3 ആർ കണക്റ്റഡ് ബൈ എ സ്ട്രിങ്. m1, m2 മാസസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T1, m2, m3 മാസസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T2, m3 എന്ന മാസിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് F. ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല F ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. m1 എന്ന മാസിനും m2 എന്ന മാസിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ T1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല m1 F ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അതുപോലെ m2, m3 മാസസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല T2 is equal to m1 plus m2 into F divided by m1 plus m2 plus m3. So, ഈ ഇക്വേഷൻസിൽ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ m1, m2 മാസസിൽ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ ആണ് വേണ്ടത്. സോ ഈ ഇക്വേഷൻസിൽ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെൻഷൻ T2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സൊല്യൂഷൻ, ഗിവൺ ഫോഴ്സ് 40 ന്യൂട്ടൺ, T2 calculate here, 4 plus 6 into 40 divided by 10 plus 6 plus 4 is equal to 20 Newton. So here the answer is option B, 20 Newton. Okay. Next problem, the coefficient of static friction mu s between block A of mass 2 kg and the table as shown in figure is 0.1. What would be the maximum mass value of the block B so that the two blocks do not move? The string and the pulley are assumed to be smooth and massless. Take G is equal to 10 meter per second square. Question le figure തന്നിട്ടുണ്ട്. Options A 0.2 kilogram, B 0.4 kilogram, C 2 kilogram and option D 4 kilogram. So ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ബ്ലോക്ക് വന്നിട്ടുണ്ട് എ ആൻഡ് ബി. ഈ രണ്ട് ബ്ലോക്കിനെയും ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ സ്ട്രിങ് ഇസ് പാസിംഗ് ഓവർ എ ഫ്രിക്ഷൻലെസ് പുള്ളി. ബ്ലോക്ക് എ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്, ബ്ലോക്ക് ബി ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് എയും ഹൊറിസോണ്ടൽ ഫ്ലോറുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം മാസ് അല്ലെങ്കിൽ ബ്ലോക്ക് ബിയുടെ മാക്സിമം മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആദ്യമേ എന്ത് ചെയ്യുക, ഓരോ ബ്ലോക്കിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക.
ഓരോ ബ്ലോക്കിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക, അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ബ്ലോക്ക് എയുടെ മാസ് 2 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ബ്ലോക്ക് എയും ഫ്ലോറുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.1 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് എ. ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. എ എന്ന ബ്ലോക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. എയുടെ സെൽഫ് വെയ്റ്റ് 2 × g വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ ആർ, സ്ട്രിങ്ങിലെ ടെൻഷൻ ടി. എ എന്ന ബ്ലോക്കിന് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യാനായിരിക്കും ടെൻഡൻസി. സോ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.1 ആർ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എ എന്ന ബ്ലോക്കിൽ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് എ. ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, റിസോൾവ് ഫോഴ്സസ്. ഫസ്റ്റ് റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. R is equal to 2g എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യാം, റിസോൾവിംഗ് ഫോഴ്സസ് പാരലൽ ടു ദ പ്ലെയിൻ. പ്ലെയിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. T is equal to 0.1 R എന്ന് വരും. R പകരം 2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് T 2 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് ചെയ്യേണ്ടത് ബി എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ബിയുടെ സെൽഫ് വെയ്റ്റ് m × g വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. ടെൻഷൻ, സ്ട്രിങ്ങിലെ ടെൻഷൻ T വെർട്ടിക്കലി അപ്വേർഡ് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ബി എന്ന ബ്ലോക്കിന്റെ മാസ് m ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഗെയിൻ എന്ത് ചെയ്യുക, എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്ത് ഫോഴ്സസ് അനലൈസ് ചെയ്തതുപോലെ തന്നെ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് റിസോൾവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പറയുന്നുണ്ട് സിസ്റ്റം മൂവ് ചെയ്യുന്നില്ല. സിസ്റ്റം മൂവ് ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ള മാസ് ഓഫ് ബ്ലോക്ക് ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. സോ റിസോൾവിംഗ് ഫോഴ്സസ് പെർപെൻഡിക്കുലർലി നമുക്ക് T is equal to mg എന്ന് കിട്ടും. ഓൾറെഡി T നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ന്യൂട്ടൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് m. m is equal to 0.2 കിലോഗ്രാം നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന ഫോർമുല യൂസ് ചെയ്യാത്തത്. സാധാരണ ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ബോഡീസ് മോഷനിലായിരിക്കും. സോ നമ്മൾ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും ഇതുമാതിരിയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 2 blocks do not move. ഈ 2 ബ്ലോക്സ് മൂവ് ചെയ്യാണ്ടിരിക്കുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ബ്ലോക്ക് ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ 0.2 kilogram. Next problem, a body is sliding down a rough inclined plane. The coefficient of friction between the body and the plane is 0.5. The ratio of net force required for the body to slide down and the normal reaction on the body is 1:2. Then the angle of the inclined plane is options A 15 degree, B 30 degree, C 45 degree and option D 60 degree. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യാണ്. പ്ലെയിനും ബോഡിയുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.5 ആണ്. ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യാനായിട്ട് ആവശ്യമായ ഫോഴ്സ് ടു നോർമൽ റിയാക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അങ്ങനെയെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ജസ്റ്റ് ആ ഫിഗർ വരയ്ക്കുക ആൻഡ് ഓൾസോ ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ ആണ് ഞാനിവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി ഡൗൺവേർഡ് സ്ലൈഡ് ചെയ്യാണ്. ആ ബോഡിയുടെ സെൽഫ് വെയിറ്റ് ആണ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് mg എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ വെയിറ്റിനെ ആസ് നമ്മുടെ ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ
ഇൻക്ലൈൻ പ്ലെയിനിന് പാരലലും പെർപെൻഡിക്കുലറും ആയിട്ട് റിസോൾവ് ചെയ്യുക. സോ ഇൻക്ലൈൻ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റ, ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് എം ജി കോസ് തീറ്റ. ദെൻ ഇൻക്ലൈൻ പ്ലെയിനും ബോഡിയുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ആർ, സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് എഫ്, ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കും, ദാറ്റ് ഇസ് 0.5 R. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഓരോ ഡയറക്ഷനിലെയും ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. സോ ദ സൊല്യൂഷൻ, ഫസ്റ്റ് കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോഡി ആൻഡ് റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക. R is equal to mg cos theta എന്ന് നമുക്ക് കിട്ടും. Put it as equation number 1. Similarly, next എന്ത് ചെയ്യാം, resolve forces parallel to inclined plane. Inclined plane parallel ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക. Find F. F is equal to mg into sin theta minus 0.5 cos theta എന്ന് കിട്ടും. Put it as equation number 2. ഇനി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റേഷ്യോ ആണ് 1:2 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷന്റെ റേഷ്യോ ആണ് 1:2 എന്ന് തന്നിരിക്കുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F by R is equal 1/2. Fന് പകരം സെക്കൻഡ് ഇക്വേഷൻ mg into sin theta minus 0.5 cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Rന് പകരം mg cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. tan theta is equal to 1 എന്ന് കിട്ടും. So theta will be 45 degree. Okay. So the answer is option C, 45 degree. Okay. Next question. A body is moving in a circular path with acceleration A. If its velocity gets doubled, find the ratio of acceleration after and before the change. Options: A 1:4, B 1/4:1, C 2:1 and option D 4:1. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബോഡി ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ A. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി ഡബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞും വെലോസിറ്റി ഡബിൾ ചെയ്യുന്നതിന് മുന്നേയുമുള്ള ആക്സിലറേഷന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ബോഡി സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷനെ നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് കർവ് കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് A is equal to v square by r, where A is the centripetal acceleration, v is the velocity of body, r is the radius of curve. So ഈ റിലേഷൻ ആണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബൈ ഹാർട്ട് ദിസ് റിലേഷൻ. ദെൻ സൊല്യൂഷൻ, ഫസ്റ്റ് A1, അതായത് വെലോസിറ്റി ഡബിൾ ചെയ്യുന്നതിന് മുന്നേ ആക്സിലറേഷൻ എന്ന് പറയുന്നത് v square by r ആണ്. വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ A2 എന്ന് പറയുന്നത് 2v. വെലോസിറ്റി ഡബിൾ ചെയ്യുന്നുണ്ട്. സോ 2v the whole square by r ആണ്. ദാറ്റ് ഇസ് 4v square r. നമ്മളോട് ചോദിക്കുന്നത് വെലോസിറ്റി ഡബിൾ ചെയ്യുന്നതിന് മുന്നേയും വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞും വെലോസിറ്റി ഡബിൾ ചെയ്യുന്നതിന് മുന്നേയുമുള്ള ആക്സിലറേഷന്റെ റേഷ്യോ ആണ്. ദാറ്റ് ഇസ് A2 by A1. So second equation divided by first equation will give you A2 by A1 is equal to 4/1. So here the answer is option D, 4:1. Okay. The next question, a mass M is hung with light inextensible strings as shown in figure. The tension in the horizontal string is, figure തന്നിട്ടുണ്ട്. Options: A √3 mg, B √2 mg, C mg by √3 and D mg by 2. So ക്വസ്റ്റ്യനിൽ ഒരു മാസ് തന്നിട്ടുണ്ട്. മാസിനെ സ്ട്രിങ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫിഗറിലെ ഹൊറിസോണ്ടൽ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മാസ് M. So first consider the free body diagram. Mass M ന്റെ self weight mg vertically downward ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ സ്ട്രിങ്ങിലെ ടെൻഷൻ T1 അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിലെ ടെൻഷൻ T2 ആണ്.
T2 inclined ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ horizontal and vertically resolve ചെയ്യണം. So horizontal T2 cos 30 and vertical T2 sin 30. ഇനി എന്ത് ചെയ്യാം? ഓരോ ഡയറക്ഷനിലെ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. So the solution is resolving forces perpendicular to plane. പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. Find T2. T2 is equal to 2 mg എന്ന് കിട്ടും. Then resolve forces parallel to the plane. പ്ലെയിനിന് പാരലൽ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. T1 is equal to T cos 30 എന്ന് കിട്ടും. T2 cos 30 എന്ന് കിട്ടും. T2 പകരം 2 mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 2 mg into cos 30 നമുക്കറിയാം cos 30 is √3/2. So 2 cancel ചെയ്യും. Finally നമുക്ക് T1 is equal to √3 mg എന്ന് കിട്ടും. T1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രിങ്ങിലെ ടെൻഷൻ ആണ്. So the answer is option A, √3 mg. Okay.